പരിചിതമുള്ള ഒരാൾ കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു, അച്ഛാ ഒരപേക്ഷ ഇനി ജീവിതത്തിലുള്ളൂ, ഞാൻ മരിക്കുമ്പോൾ ഞാൻ മരിച്ച ഡേറ്റ് എൻ്റെ കല്ലറയ്ക്ക് മുകളിൽ എഴുതരുത്. അതൊരു വ്യത്യസ്തമായ ഒരു അപേക്ഷയായിട്ടാണ് തോന്നിയത്. അദ്ദേഹം അതിനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെയാണ്, ഞാൻ മരിച്ചിട്ട് കാലങ്ങൾ കുറേയായി, ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതേ ഉള്ളൂ, ഞാൻ മരിച്ചിട്ട് കുറേ കാലമായി. പ്രിയമുള്ളവരെ, ശ്വാസമുണ്ടെന്ന് കരുതി, ചലിക്കുന്നുവെന്ന് കരുതി ആർക്കും ജീവനുണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന് എനിക്ക് തെളിച്ചം കിട്ടിയത് ആ ഒരു സംഭാഷണത്തിലാണ്. ചില മനുഷ്യരൊക്കെ പണ്ടേ മരിച്ചു കഴിഞ്ഞു, ഈ ഭൂമിയിൽ വെറുതെ ശ്വസിക്കുകയും ചലിക്കുകയും ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ എന്ത് മാനദണ്ഡമാണ് വേണ്ടത്? അതിന് ഒരു മാനദണ്ഡമേ വേണ്ടുള്ളൂ. അതാണ് ഗോസ്പലിൽ പറയുന്നത്. യേശു പറയും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നത് കൊണ്ട് അവൻ എന്നേക്കും ജീവിക്കും. വളരെ കൃത്യമാണ് യേശു കോയിൻ ചെയ്യുന്ന വേർഡ്സൊക്കെ. എന്നെ ഭക്ഷിക്കുന്നത് മൂലം അവൻ എന്നേക്കും ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ശ്വാസമെന്നോ അല്ലെങ്കിൽ ചലിക്കുന്നു എന്നതുകൊണ്ടോ അർത്ഥമില്ല. മറിച്ച് അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തു ഉള്ളവൻ ജീവിക്കുന്നു എന്നാണ് അർത്ഥം. പ്രിയമുള്ളവരെ, അതിലെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഉള്ളിലുള്ളവൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തു ഉണ്ടെങ്കിൽ നീ ഇപ്പോഴും ജീവിക്കുന്നു, ഇപ്പോഴും നാം മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു വേദന. ശ്വസിക്കുന്നു എന്നതുകൊണ്ട് ആരും ജീവിക്കുന്നു എന്ന് അർത്ഥമില്ല. ചലിക്കുന്നു എന്നതുകൊണ്ടും ആരും ജീവിക്കുന്നു എന്ന് അർത്ഥമില്ല. ജീവിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്നൊരു വലിയ ചോദ്യത്തിന് മുമ്പിലാണ്. ആ ക്രിസ്തുവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് കാട്ടിക്കൊടുക്കുക. ഒടുവിൽ ലോകം പറയും, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമേ ഹൃത്തിലുൾ ചേരണേ, തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ.
തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ